അസ്സലാമു അലൈക്കും ഗൈസ്. ഞാൻ ഈ രാവിലെ തന്നെ ഈ പെട്ടിയും എടുത്ത് എങ്ങോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്കിതൊരു മീറ്റപ്പ് ഉണ്ട് ഗൈസ്. അത് കോഴിക്കോട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ 9 മണിക്ക് കോഴിക്കോട് ബസ്സിൽ കയറി നമ്മൾ രാത്രി 11 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. ഇവിടെ നിന്ന് എന്നെ വിളിക്കാൻ എൻ്റെ ചങ്ക് ബടി വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ബടി എന്നെ വിളിക്കാനായിട്ട് വന്നു. ചെക്കൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല, സ്വന്തമായിട്ട് ഒരു ബ്രോസ്റ്റഡിന്റെ ഷോപ്പ് വരെയുള്ള പയ്യനാണ്. ചങ്കിന്റെ ഷോപ്പിൽ എത്തിയപ്പോൾ എനിക്ക് നല്ലൊരു മാംഗോ ഷേക്കും അതേപോലെ തന്നെ അടിപൊളി ഒരു സിംഗർ ബർഗറും തന്നു. അതിനുശേഷം നമ്മൾ കോഴിക്കോട് മൊത്തം രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി. അങ്ങനെ അടുത്ത ദിവസം മീറ്റപ്പിന് വേണ്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹെൽമെറ്റ് വെച്ച് ഹോട്ടലിൽ പോകേണ്ടി വന്നു. മീറ്റപ്പിന് ചെന്നപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കിടിലങ്ങളെ നേരിട്ട് കാണാൻ പറ്റി. ഈ 2 കിടിലങ്ങളെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പേര് പറയുന്നില്ല. ഈ 2 മൊയിന്തളെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടല്ലോ എന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കണം കേട്ടോ. കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ വന്നത് നമ്മൾ മീറ്റപ്പിൽ വന്ന ടീംസ് ആണ്. ഇതിന്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് ഹസ്രത്ത് ബേബി, എല്ലാ പാവപ്പെട്ട ആണുങ്ങളുടെയും ക്രഷ്. അതിനുശേഷം നമ്മൾ അപ്തറിക്കാടെ കുറെ കലാപരിപാടികളായിരുന്നു. കുറെ ചിരിയും കളിയും നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ട് വൃന്ദാവനത്തിലെ കൃഷ്ണൻ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതല്ല. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ക്യൂട്ട്നെസ് പറയുന്ന 2 തള്ളച്ചുള്ള. ഇതിന്റെ ഇടയിൽ ഒരു മെയിൻ ആളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. കേരളത്തിന് വേണ്ടി മികച്ച കോഴിക്കുള്ള അവാർഡ് മേടിച്ച ഒരു പയ്യനാണിത്. മുബഷിർ എന്നാണ് പേര്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് നമ്മളെ കാസർഗോഡ് രാവിലെ 5:30 കെട്ടിപ്പോകുന്ന ഒരു ക്യൂനാണ് ഗൈസ്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സൂയിൽ നിന്ന് പറന്ന പഞ്ചവർണ്ണ കിളിയെ പോലെയുണ്ട്. ഈ കൂട്ടത്തിലെ മൊയന്താണ് അവള്. ലുക്ക് മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇല്ല, ഒരു മണ്ണങ്കട്ടയില്ല. അതിനുശേഷം നമ്മൾ എല്ലാവരും ഹോട്ടലിൽ ജില്ലായിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ്. കോഴിക്കോട് ബീച്ചിൽ ഇജാതി വൈബ് തന്നെ. വൈകിട്ട് ബീച്ചിന്റെ അവിടെ നമ്മൾ കുറെ റീലൊക്കെ പ്ലാൻ ചെയ്ത് കുറെ റീലൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ എല്ലാ മൊയന്തലും കൂടെ എല്ലാ കല്ലിന്റെ മണ്ടയിലും കയറുന്ന എന്തൊക്കെ റീൽ എടുത്തു എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം എന്നെ പറ്റി എന്താണ് അഭിപ്രായം എല്ലായിടത്തും ചോദിച്ചു. ഒരു ചാൻസ് കിട്ടിയപ്പോൾ എന്നെ ഊക്കി കയറി കയറ്റി കഴിച്ച് അവര് തലമണ്ടയിൽ കൂടെ തേങ്ങ വന്ന് വീഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ.